നമസ്കാരം. ദുരന്തർ 2 ബ്രില്യൻ മൂവി എന്ന് പറയാം. ഒരു തരത്തിലും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമാനുഭവം. നമ്മളെ ആവേശം കൊള്ളിക്കുന്ന, ഇമോഷണലി കണക്ട് ചെയ്യുന്ന, കൈയടിക്കാൻ തോന്നുന്ന, അങ്ങനെ വല്ലാത്ത രീതിയിൽ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന 4 മണിക്കൂറോളമുള്ള ഒരു സിനിമാനുഭവം. നിർബന്ധമായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട സിനിമ എന്ന് പറയാം. ഗംഭീരമായ പെർഫോമൻസ് ഉണ്ട്, ഗംഭീരമായിട്ടുള്ള ഡയലോഗുകളുണ്ട്, ഗംഭീരമായ സീനുകളുണ്ട്. ഭീകരമായ സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഹിന്ദി ചിത്രം തന്നെയാണ് ദുരന്തർ 2. 4 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ ഒരു സിനിമ എവിടെയും ബോറടിപ്പിക്കുന്നില്ല. സ്ക്രീനിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ കാണാൻ തോന്നുന്ന സിനിമ. വളരെ ഇന്റൻസ് ആയി കഥ പറയുന്ന സിനിമയായിരുന്നു ദുരന്തർ 1. നമുക്കറിയാം, ആ സിനിമയിൽ പെർഫോമൻസ് ആണെങ്കിലും, സിറ്റുവേഷൻസ് ആണെങ്കിലും, ഡയലോഗുകളാണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. ഒരു പീക്കായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു ദുരന്തർ 1. ദുരന്തർ 2ലേക്ക് കാത്തിരിക്കാൻ അത് തന്നെയായിരുന്നു പ്രധാന കാരണം. ദുരന്തർ 2ലേക്ക് വരുമ്പോൾ ദുരന്തർ 1നോളം തന്നെ മികച്ചൊരു സിനിമ തന്നെയാണ്. ആദിത്യദാർ അത്ര ഗംഭീരമായി സിനിമ ചെയ്തിട്ടുണ്ട്. രൺവീർ സിംഗ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ സ്ക്രീനിൽ നടത്തിയിരിക്കുന്നു. ഈ സിനിമയിൽ ഒരു കാര്യവും മോശം പറയാനില്ല. ആകെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ സൈഡാണ്. കുറച്ചൊരു പ്രൊപ്പഗണ്ട പാറ്റേണിലുള്ള ചില ഡയലോഗുകളും സിറ്റുവേഷൻസ് ഒക്കെ സിനിമയിലുണ്ട്. നമുക്ക് ഈ സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന 4 മണിക്കൂർ അത്രത്തോളം എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണ്. ഇമോഷണലി നമ്മൾ ഈ സിനിമയിൽ വല്ലാതെ കണക്റ്റഡ് ആവും. കാരണം അത്രയേറെ ഷാർപ്പായി എഴുതിയ ഡയലോഗുകളുണ്ട്. ഈ സിനിമയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 1-2 സീനുകളൊക്കെ ഉള്ളൂ, പക്ഷെ നമുക്ക് വല്ലാതെ കണക്റ്റഡ് ആവും. കാരണം അതിന്റെ പ്രധാന കാരണം അത്രയേറെ ഭീകരമായി എഴുതിയിട്ടുള്ള ഡയലോഗുകളാണ്, വളരെ ഷാർപ്പായിട്ടുള്ള സംഭാഷണങ്ങൾ. ഇങ്ങനെ പറഞ്ഞു വന്നാൽ എല്ലാം കൊണ്ടും നിർബന്ധമായും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ദുരന്തർ 2. ഇന്ത്യൻ സിനിമയിൽ എന്തായാലും ദുരന്തർ 2 അത്ഭുതങ്ങൾ കാണിക്കും. ബോക്സ് ഓഫീസിലൊക്കെ വലിയ കുതിപ്പുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യവുമാണ്. കൈയടിക്കാനുള്ള നിരവധി മൊമെന്റുകൾ ഈ സിനിമയിലുണ്ട്. നമ്മൾ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ കൂടെ അല്ല ഈ സിനിമ കാണുന്നെങ്കിൽ പോലും നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും, അറിയാതെ കരഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു സിനിമാനുഭവമാണ്. പെർഫോമൻസ് വൈസ് ഒക്കെ സ്ക്രീനിലെത്തിയ എല്ലാവരും ഗംഭീരം. ഇതിലെ ആക്ഷൻ സീനുകളൊക്കെ വല്ലാതെ റോ ആയിട്ടും ഇന്റൻസ് ആയിട്ടും എടുത്തിട്ടുണ്ട്. നമുക്കതങ്ങ് നമ്മുടെ ചുറ്റിൽ എവിടെയോ നടക്കുന്ന പോലെ അങ്ങ് ഫീൽ ചെയ്യും. ഒട്ടും ഡ്രാമറ്റിക് അല്ലാതെ ഒരു ഹിന്ദി സിനിമ വരിക എന്നുള്ളതൊക്കെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും എന്റർടൈനിങ് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ കൊമേഴ്സ്യൽ വാല്യൂവിനോടൊപ്പം തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ കഥ പറയുന്ന ഒരു സിനിമ, നല്ല കണ്ടന്റ് ഉള്ള സിനിമ, നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. അത്രത്തോളം ഗംഭീരമാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. എസ്പെഷ്യലി ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. പല സീനുകളും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് മ്യൂസിക്കിന്റെ ഒരു സഹായത്തോടു കൂടെയാണ്. അത് സ്കോറിംഗ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ ഗംഭീരം. അതുപോലെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ്, ഇതിന് സെറ്റ് ഇട്ടിരിക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് സെറ്റാന്ന് ഫീൽ ചെയ്യത്തേയില്ല. അത്രയ്ക്കും ഒരു റിയൽ ഫീല് നമുക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണുക. 4 മണിക്കൂർ ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ 4 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്കത് ഒട്ടും അത്ര ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെയാണ് തോന്നുക. നേരത്തെ പറഞ്ഞ പോലെ ചില സീനുകൾ പ്രൊപ്പഗണ്ടയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഈ സിനിമ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തന്നെയാണ് പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത്. പക്ഷെ അവിടെയും നമ്മൾക്ക് ഇത് ഒരു സിനിമ എന്നുള്ള രീതിക്ക് തന്നെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുക. ആ ഒരു രീതിക്ക് നമുക്ക് എൻഗേജ് ചെയ്തുകൊണ്ട് കാണാൻ കഴിയും. അനാവശ്യമായ പൊളിറ്റിക്സ് ഒന്നും കുത്തിക്കയറ്റിയിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ചില സംഭവങ്ങൾ അത്തരം പൊളിറ്റിക്കൽ പരിപാടികളുമായിട്ട് കണക്റ്റഡ് ആണ്. BJP ഗവൺമെന്റിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ചില സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് കുത്തിക്കയറ്റിയതല്ല. ഈ സിനിമയുടെ ഒഴുക്കിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയിൽ അങ്ങ് വന്നു പോകുന്നതാണ്. കാരണം അത്തരം സിറ്റുവേഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥയുള്ളത്. പ്രകടനങ്ങളിൽ രൺവീർ സിംഗ് ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദുരന്തർ 1നകത്ത് അക്ഷയ് ഖന്ന നല്ല കയ്യടി നേടിയിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ രൺവീർ സിംഗിന്റെ തേരോട്ടമാണ്. ഫസ്റ്റ് ടു ലാസ്റ്റ് പുള്ളിയോട് കിടപിടിക്കാവുന്ന ആരും തന്നെ ഈ സിനിമയ്ക്കകത്തില്ല. ഈ സിനിമയുടെ സ്ക്രീനിൽ വന്നവർ ആരും മോശമൊന്നുമല്ല. പക്ഷേ രൺവീർ സിംഗ് അതിഗംഭീരമായി പെർഫോം ചെയ്തു. ഇത് പുള്ളിയുടെ സിനിമയാണ്. തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമാനുഭവങ്ങളിൽ ഒന്നാണ് ദുരന്തർ 2. നിർബന്ധമായിട്ടും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത്.